السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس ഉസീക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് മുത്തഖിയായി തഖ്വയോടുകൂടി ഒരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, നാം നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന ആളുകളാണ്. ദാനധർമ്മങ്ങളും സക്കാത്തും സൽക്കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കുന്ന ആളുകളാണ്. ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചിട്ടുള്ള ആളുകളാണ്. എന്നാൽ പലപ്പോഴും ആരാധന കർമ്മങ്ങളൊക്കെ ഒരു മനുഷ്യനിൽ സമന്വയിച്ചിട്ടുണ്ടെങ്കിലും, ആ മനുഷ്യനിൽ സംഗമിച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ പര്യവസാനം നല്ല രൂപത്തിലായി തീരണമെങ്കിൽ ആർക്കാണ് നല്ല പര്യവസാനം ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത് ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. വല്ലദീന സ്വബറു, വല്ലദീന സ്വബറു, ക്ഷമിക്കുന്ന ആളുകൾ. ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, എങ്ങനെയായിരിക്കണം ക്ഷമ? നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്ന റബ്ബിന് വേണ്ടി, റബ്ബിനെ ഓർത്തുകൊണ്ട്, റബ്ബ് പറഞ്ഞതുകൊണ്ട്, റബ്ബിന്റെ വിധിക്ക് വേണ്ടി, റബ്ബ് പറഞ്ഞത് റബ്ബിന് വേണ്ടിയാണ് ഞാൻ ക്ഷമിക്കുന്നത്. അങ്ങനെ ക്ഷമ നിൽക്കുന്ന ആളുകൾ.
അതേ പ്രകാരം അതിനോട് ചേർത്ത് പറയുക അഖാമുസ്സലാഹ്, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബിസിനസ്സിലൂടെ, നമ്മുടെ ജോലിയിലൂടെ, നമ്മുടെ കച്ചവടത്തിലൂടെ, നമ്മുടെ കൃഷിയിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകി. ആ നൽകിയത് അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുക. അല്ലാഹുവിന്റെ മാർഗ്ഗം സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും. അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾ വയദ്റഊന ബിൽ ഹസനതി സയ്യിഅ, തിന്മയെ നന്മ കൊണ്ട് നേരിടുന്ന ആളുകൾ, ഉലൈക ലഹും ഉഖബദ്ദാർ, അവർക്കാണ് നല്ല പര്യവസാനം. വിശ്വാസികളെ നല്ല പര്യവസാനം ലഭിക്കുന്ന ആളുകളുടെ സ്വഭാവ ഗുണവിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ് അവരുടെ പര്യവസാനം എന്തായിരിക്കും എന്നുള്ള വിശദീകരിക്കുകയാണ്. ശേഷം ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗലോകത്ത് അവർ പ്രവേശിക്കുന്നതാ. വമൻ സ്വലഹ മിൻ ആബായിഹിം, അവരുടെ പിതാക്കള്, മാതാക്കള്, വഅസ്വാജിഹിം, അവരുടെ ഇണകൾ, ഭാര്യയും ഭർത്താവും, വദുരിയാതിഹിം, അവരുടെ മക്കളും മകനും മകളും ഒന്നടങ്കം സ്വർഗ്ഗലോകത്തേക്ക് കുടുംബസമേതം പോവുകയാ. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ സ്വർഗത്തിന്റെ ആ 8 കവാടങ്ങളിലൂടെയും മലക്കുകൾ പ്രവേശിക്കുക. എന്നിട്ട് സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട്, ക്ഷമ ഉൾക്കൊണ്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സമാധാനം, രക്ഷ. ഫനിഅമ ഉഖബദ്ദാർ, എത്ര നല്ല ഭവനമാണ് പര്യവസാനമായി ലഭിച്ചത്. വിശ്വാസികൾ മനസ്സിലാക്കണം, ഇതില് ഉണ്ടായിരിക്കേണ്ട 2 കാര്യങ്ങൾ. നമസ്കാരം പോലെ, ദാനധർമ്മം പോലെ, നമസ്കാരം പോലെ എടുത്തു പറഞ്ഞ ഒരു കാര്യം ക്ഷമ എന്നാണ്. ക്ഷമ കാരണമാണ് എന്ന് പ്രത്യേകം അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസികളെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഇസ്ലാമിൽ ക്ഷമയും അതുപോലെ തന്നെ സഹനവും അപ്രകാരം തന്നെ ശുക്റും, അത് രണ്ടും ഒന്നിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാനിന്റെ 31ാമത്തെ അവസാനത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാൻ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ഇന്ന ഫീ ദാലിക, തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്, ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ, എല്ലാ ക്ഷമിക്കുന്ന ആളുകൾക്കും, ശകൂർ, ശുക്ർ കാണിക്കുന്ന ആളുകൾക്കും. അപ്പൊ ശുക്റും നന്ദിയും ക്ഷമയും അത് രണ്ടും ഒന്നിച്ചു നിൽക്കുന്ന ഒന്നാണ്. കാരണം നന്ദിയുള്ള ശുക്കൂറായ ഒരാൾക്ക് സ്വാബിറാകാൻ കഴിയുകയുള്ളൂ. സ്വബറുള്ള ഒരാൾക്ക് ശുക്ർ ഉണ്ടാകുള്ളൂ, ശുക്റുള്ള ആൾക്ക് സ്വബർ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈമാനിന്റെ നിസ്ഫ് പറഞ്ഞെടുത്ത്, നിസ്ഫുൽ ഈമാൻ സ്വബർ എന്ന് പറഞ്ഞെടുത്ത് കാണാൻ, ഈമാനു നിസ്ഫാനി ഫനിസ്ഫു സ്വബറുൻ, ഈമാനിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ക്ഷമയാണ്. സത്യവിശ്വാസത്തിന്റെ ഭാഗം ക്ഷമയാണ്. വനിസ്ഫുഹു ശക്റുൻ വനിസ്ഫുഹു ശുക്റുൻ, അപ്രകാരം അതിന്റെ മറ്റൊരു ഭാഗം, പാർട്ട് എന്ന് പറയുന്നത് 2 പാർട്ടാണെങ്കിൽ അതിന്റെ മറ്റൊരു പാർട്ട് ശുക്റാണ്. ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന് പറയും പോലെ ഒരു മുഅ്മിനിന്റെ, ഒരു ഈമാനിന്റെ 2 വശം, ഒന്ന് ശുക്റും ഒന്ന് സ്വബറുമാകുന്നു. വിശ്വാസികളെ, വലാ യകൂനുൽ അബ്ദ് മുഅ്മിനൻ ഹഖ്ഖൽ ഈമാൻ ഇല്ലാ ഇദാ കാന സ്വാബിറൻ ശാകിറ. ഒരു വിശ്വാസിക്ക് യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ, യഥാർത്ഥ ഈമാനുള്ള ആകണമെങ്കിൽ അയാൾ ഇദാ കാന സ്വാബിറൻ ശാകിറ, ക്ഷമിക്കുന്ന ആളും നന്ദി കാണിക്കുന്ന ആളുമായിരിക്കണം. ഇത് രണ്ടും പരിശുദ്ധ ഖുർആൻ അറ്റാച്ചായി ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാന്റെ ഹബീബ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആർക്കാണ് ഏറ്റവും സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്? വിശ്വാസികളെ. ആ വിശ്വാസികളിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന മുഅ്മിന് ഷാക്കിറായ മുഅ്മിനാണ്, സ്വാബിറായ മുഅ്മിനാണ്. അങ്ങനെയുള്ള മുഅ്മിൻ റസൂലുള്ളാഹി പറയാ, അജബൻ ലി അംരിൽ മുഅ്മിൻ, അജബൻ ലി അംരിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്.
ഒരു വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ്. നമ്മൾ ചില ആളുകളെ നോക്കി, ചില ആളുകളെ കണ്ട് പറയാറുണ്ട് വല്ലാത്ത അത്ഭുതം, അല്ലെ, വല്ലാത്ത ഒന്നാണ്, ഒരു സംഭവമാണ് ആളുകളൊക്കെ പറയും. എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാ വല്ലാത്തൊരു അത്ഭുതം, അജബൽ ലിഅംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം, ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈറുൻ, ഒരു വിശ്വാസിയുടെ എല്ലാ സകലമാന കാര്യങ്ങളും അവന് ഖൈറാണ്, ഗുണമാണ്. വിശ്വാസിക്കെല്ലാം ഖൈറാണ്. ഇൻ അസ്വാബതഹു സറ ശകറ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈറുൻ, എല്ലാ കാര്യങ്ങളും വിശ്വാസിക്ക് ഖൈറാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലൽ ലിൽ മുഅ്മിൻ, വിശ്വാസിക്കല്ലാതെ അത് വേറൊരാൾക്കും ലഭിക്കുകയില്ല. ഇന്ന അസ്വാബതുഹു സറ ശകറ, ഇന്ന അസ്വാബതുഹു ശറ ശകറ, അവന് സന്തോഷകരമായ കാര്യം പാലിച്ചാൽ, കച്ചവടത്തിൽ ലാഭം കിട്ടിയാൽ, മകളുടെ വിവാഹം നടന്നാൽ, മക്കളുടെ റിസൾട്ട് വന്നാൽ, അങ്ങനെ അവന്റെ ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും അവനതിന് ശുക്ർ പറയും, അവനതിന് ശുക്ർ പറയും. അഫകാന ഖൈറൻ ലഹു, അത് അവന് ഗുണകരമാണ്. വൈൻ അസ്വാബതുഹു ലറാ, വൈൻ അസ്വാബതുഹു ലറാ ഉസ്വബറ ഫകാന ഖൈറൻ ലഹു, ഇനി അവന് ബുദ്ധിമുട്ടുകൾ വന്നു, പ്രയാസങ്ങൾ വന്നു, അങ്ങനെ വന്നാലും അവൻ എന്ത് ചെയ്യും? ആ ബുദ്ധിമുട്ട് വരുമ്പോ അവൻ ക്ഷമിക്കുകയാണ്, സഹിക്കുകയാ. അങ്ങനെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കട്ടപ്പാടുകളും വരുമ്പോ അവൻ ക്ഷമിക്കും, അത് അവന് ഖൈറാണ്, അല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഗൾഫിലെ ആ കുരുന്നു മക്കളുടെ അപകട മരണ വാർത്ത പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, എങ്ങനെ സഹിക്കും ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ എല്ലാ മക്കളും മരണപ്പെട്ടു പോയി. ആ മക്കൾ മരണപ്പെട്ടു പോയ വിവരം പോലും ഭാര്യ അറിയാതെ ഭാര്യ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്, അല്ലെ? ഒരു വാഹനം ഉറങ്ങിപ്പോയി വേറെ വാഹനത്തിന് ഇടിച്ച് മരണപ്പെട്ട സംഭവങ്ങൾ. നമ്മളാൽ എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചാൽ അത് വിശ്വാസിയാണോ, മുഅ്മിനാണോ? ഇന്ന അസാബത്തുഹു ലറാ സ്വബറ, അവൻ ക്ഷമിക്കുമെന്നാണ്. ക്ഷമിക്കാൻ കഴിവുള്ളവനാണ്, കെൽപ്പുള്ളവനാണ് വിശ്വാസി. അങ്ങനെ ക്ഷമ കൈക്കൊള്ളണം. സ്വബറും ശുക്റും അത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വിശ്വാസികളെ ഈ ക്ഷമയുടെ കാര്യം നമ്മൾ പറയുമ്പം, ക്ഷമ എന്ന് പറയുന്നത് അത് 3 തലങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. 3 തലങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അതിലൊന്നെന്താണ്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു കൊടുത്ത് പറഞ്ഞു, ആ 3 വിഭാഗങ്ങളിൽ ഒന്ന് അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുവാനുള്ള ക്ഷമ, അല്ലാഹുവിന്റെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ക്ഷമ. ആ ക്ഷമ വിശ്വാസികളായ നമ്മളിൽ ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ അതിന്റെ വിധിച്ചോ, ദീനിപരമായ കാര്യം എന്ത് അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് വിധിച്ചോ, ആ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ മുറുകെ പിടിച്ച് മറ്റാരും പല രൂപത്തിൽ ജീവിക്കുകയാ. കൂടെയുള്ള കുടുംബത്തിലെ ആളുകൾ ഇതിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങളും അധ്യാപനങ്ങളും മുറുകെ പിടിക്കുന്നില്ല, അവരല്ലാഹുവിനെ അനുസരിക്കുന്നില്ല, എന്റെ ചങ്ങാതിപൻ അനുസരിക്കുന്നില്ല, ഫ്രണ്ട്സ് അനുസരിക്കുന്നില്ല, അവർ പലരും ഇതിന് എതിരാണ്. പക്ഷെ അവിടെ ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, നിന്റെ റബ്ബിന്റെ വിധിക്ക് നീ ക്ഷമിച്ചുകൊണ്ട് ഉൾക്കൊള്ളണം. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് വലി റബ്ബിക ഫസ്ബിർ, റബ്ബിന് വേണ്ടി ക്ഷമിക്കുക, സഹിക്കുക. അപ്പോ ആരാധന കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും പ്രധാനമായ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി, വിശ്വാസികളെ, അതിനുള്ള ഒരു മറുപടി ക്ഷമയാണ്. ക്ഷമ വേണം. ക്ഷമല്ല, അതിനെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾക്ക് ക്ഷമയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അവൻ എപ്പോഴും അതിൽ നിന്ന് വേറിട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞപ്പോ സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിനെ സംബന്ധിച്ച്, തൗഹീദിനെ സംബന്ധിച്ച് പഠിപ്പിച്ചപ്പോ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബാണ് അല്ലാഹ്. ആകാശഭൂമികളുടെ റബ്ബ്, രക്ഷിതാവാണ് അല്ലാഹ്. വമാ ബൈനഹുമാ, അവ രണ്ടിനും ഇടയിലുള്ളതിന്റെയും റബ്ബാണ് അല്ലാഹ്. ഫഅബ്ദു, അതുകൊണ്ട് അല്ലാഹനെ മാത്രം ആരാധിക്കുക. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി, അല്ലാഹനെ ആരാധിക്കുന്നതിൽ നീ ക്ഷമിച്ചിരിക്കണം, പിടിച്ചിരിക്കണം. റമളാനായി കഴിഞ്ഞാൽ എല്ലാവരും പള്ളിയിലേക്കാണ്, ഒഴുക്കാണ്.
നീയും പള്ളിയിലേക്ക് ജമാഅത്തിന് ഒഴിവും. റമദാൻ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഖുർആൻ എടുക്കും, മറിച്ചു നോക്കും, അവർ പാരായണം ചെയ്യും. എല്ലായിടത്തും ഖുർആനിന്റെ കാണാനുള്ള ഓഡിയാണ്, ഖുർആന്റെ വീഡിയോ കാണാനും കേൾക്കാനും എല്ലാം ഖുർആനാണ്. എന്നാൽ നമ്മളും ഖുർആനാണ്. റമദാനിൽ എല്ലാവരും വരുമ്പോ അല്ല, ഏത് അവര് ചെയ്യുന്ന റമദാൻ രാത്രി നമസ്കാരമുണ്ട്, മറ്റവരൊക്കെ ഉറങ്ങാം. ആ സമയത്തും എനിക്ക് എണീറ്റ് നമസ്കരിക്കണമെങ്കിൽ എന്തുവാണ്? ക്ഷമ വേണം. ഓല ഇറങ്ങിയാലും ഞാൻ എണീറ്റ് നിസ്കരിക്കും. അല്ലെ? സ്വർഗത്തിലെ സ്ഫടിക സമാനമായ ആ കൊട്ടാരം ആർക്കാണെന്ന് വിശദീകരിച്ച് റസൂൽ പറഞ്ഞില്ലേ? മറ്റുള്ള ആളുകൾ ഉറങ്ങുമ്പം എണീറ്റ് നമസ്കരിക്കുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞില്ലേ? സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. മറ്റുള്ള ആളുകൾ ഖുർആൻ ഓതാത്തപ്പോ സ്വന്തം ഖുർആൻ ഓതണം. എല്ലാവരും മൊബൈലില്ല, ഞാനും മൊബൈലില്ല. അല്ല, ഖുർആൻ ഓതാൻ എടുത്തപ്പോ തന്നെ ആ കൂട്ടുപോയവര് ഉറക്കം വരിക, പിടിച്ചു നിൽക്കണം. വസ്തബിൽ ഇബാദത്തി അൽ താല സക്കാത്ത് കൊടുക്കണമെങ്കിൽ മറ്റാൻ കൊടുത്തോ. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞ ഓൻ കണക്ക് കൂട്ടി, എന്നെക്കാളും വലിയ മലയാളി ഓന്റെ കച്ചവടത്തിനേക്കാളും ഉണ്ട്, ഓൻ കൊടുത്തിട്ടില്ല. ഓന്റെ ആഭരണത്തിന്റെ സക്കാത്ത് ഓന്റെ കുടുംബത്തിന് കൊടുത്തിട്ടില്ല. മറ്റുള്ള തെറ്റും കുറ്റും കുറെ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയും. നമ്മളെ സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെങ്കിൽ ക്ഷമ വേണം. നല്ല ക്ഷമയുള്ള ആൾക്ക് ഹജ്ജ് കർമ്മം ഒരേ വേഷം, ഒരേ ചിന്താഗതിയോടുകൂടി ക്ഷമിച്ചും സഹിച്ചും ഒക്കെ അവിടെ കഴിയണമെങ്കിൽ, അതേ രൂപത്തിൽ പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കണമെങ്കിൽ ശഹ്റു സ്വബർ, അല്ലെ, വിശപ്പും ദാഹവും പിടിച്ചു നിൽക്കണമെങ്കിൽ, കാമവികാര വിചാരങ്ങളെ അനുവദിക്കപ്പെട്ട ഹലാലായ ഭാര്യ അല്ലെ ഭർത്താവ് വീട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കണം. ക്ഷമിച്ചു നിൽക്കണമെങ്കിൽ ക്ഷമ അനിവാര്യമാണ് വിശ്വാസികളെ. അപ്പൊ അസ്വബറു അലാ തഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള ക്ഷമ, ഈ ക്ഷമ വിശ്വാസികളായ ആളുകളായ നമ്മളിൽ ഉണ്ടായിരിക്കണം. അല്ലെ? നമസ്കാരം തന്നെ നേരെ ചൊവ്വ നിർവഹിക്കണമെങ്കിൽ, അത് ജമാഅത്തോടു കൂടി നിർവഹിക്കണമെങ്കിൽ, അതിന്റെ സുനനുകൾ ഫർളുകൾ പാലിച്ചുകൊണ്ട് ആദാബുകൾ പാലിച്ചുകൊണ്ട് അതിന്റെ തുമഇനി അടങ്ങി ഒതുങ്ങി സാവകാശം നമസ്കരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. നമസ്കാരത്തിൽ ഇമാമിന്റെ ഓത്ത് അല്പം ഒന്ന് ദീർഘിച്ചു പോയാൽ അക്ഷമരാകുന്ന ആളുകളാ പലപ്പോഴും. ബാക്കിലുള്ള ആളുകൾ ചുമച്ചും എന്നുള്ള പല സിഗ്നൽ കൊടുത്തുകൊണ്ട് ഇമാമിനെ അവസാനിപ്പിക്കാൻ പറയുന്ന ആളുകളല്ല. ക്ഷമ വേണം ഏത് കാര്യത്തിനും. അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്ർ വസ്സലാഹ്, വിശ്വാസികളെ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം. ഇന്നല്ലാഹ മഅസ്സബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധിക മഹാഭൂരിപക്ഷം ആളുകൾ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസം, ശിർക്കൻ വിശ്വാസം, സഹായം തേടേണ്ടത് അല്ലാഹു അല്ലാത്ത മഹാന്മാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടാണ്. അവർ ജാറങ്ങളിലും മക്ബറകളിലും പോയിക്കൊണ്ടാണ്, അവരുടെ മുഴുവൻ കറാമത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്തിആനത്ത് പറയും. അല്ലാഹു പറയാ അയ്യുഹല്ലദീന ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിആനത്ത് നടത്തണം. എന്നിട്ട് അല്ലാഹു അവിടെ പറഞ്ഞൊരു കാര്യം, ഇന്നല്ലാഹ മഅസ്സബിരീൻ, ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെ അല്ലാഹു തആല ഉണ്ടാകും. അക്ഷമ കാണിക്കാൻ പാടില്ല, അസ്വസ്ഥത കാണിക്കാൻ പാടില്ല. നമ്മൾ ആലോചിക്കുക, എല്ലാ രംഗത്തും ഇസ്ലാം പറഞ്ഞതാ ഇങ്ങനെ ഈ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകള്, ആ ആളുകൾക്കാണ് അല്ലാഹു തആല വിജയം നൽകുക എന്നുള്ളതാണ്. എല്ലായിടത്തും പിടിച്ചു നിൽക്കണമെങ്കിൽ വിശ്വാസികളായ ആളുകളിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായ കാര്യമാണ് വിശ്വാസികളെ ഈ ഇങ്ങനെ ക്ഷമിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് വഴിപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാന്റെ സംരക്ഷണം ഉണ്ടാകും. ഫാസിസ്റ്റുകൾ നമ്മുടെ രാജ്യം അടക്കി ഭരിച്ച് വോട്ടിനെ വരെ വെട്ടിമാറ്റി, അതുപോലെ തന്നെ വോട്ട് മെഷീനുകളിൽ കൃത്രിമം കാണിച്ച്, അല്ലെങ്കിൽ നമ്മുടെ SIR-ലും പൗരാവകാശ ബില്ലിലും ഒക്കെ കൃത്രിമം കാണിച്ച് അവർ നമ്മളെ ഇവിടെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജനപ്പെരുപ്പമല്ല, ആളുകളുടെ ആധിക്യമല്ല, വേണ്ടത് എന്താണ്? ഖുർആൻ പറയാ, വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, മുത്തഖീങ്ങളാണെങ്കിൽ, തഖ്വ ചെയ്ത് ഹറാമുകൾ ചെയ്യാതെ ഹലാലുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരുടെ ഒരു കുതന്ത്രവും വിലപ്പോവുകയില്ല. അല്ലാഹു തആലയുടെ അടുക്കൽ അവരുടെ കുതന്ത്രം വിലപ്പോവില്ല. നിങ്ങൾ എങ്ങനെ പുറത്താക്കാൻ എന്ത് SIR എന്തുകൊണ്ടെന്നാലും ശരി, ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്, അല്ലാഹു സുബ്ഹാനഹു തആല അവർ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നുണ്ട്. അതിനുള്ള കണ്ടീഷൻ വഇൻ
തസ്ബിറൂ, ക്ഷമ വേണമെന്നാണ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് അത് ഉണ്ടാവുള്ളൂ. അക്ഷമ കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം പോലും ലഭിക്കൂല എന്നാണ് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ക്ഷമയുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ക്ഷമിക്കുക. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്ന കാര്യം. അല്ല ത്വാഅത്തില്ല. അപ്പോ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള ക്ഷമ ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത്തത് അസ്വബ്റു, ക്ഷമ വേണം. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു ക്ഷമ വേണം. അതും വിശ്വാസികളായ ആളുകൾ തെറ്റുകള് തിന്മകള് അത് ഉണ്ടാകുമ്പോൾ അത് കാണുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ മാറി നിൽക്കണം, പിടിച്ചു നിൽക്കണം. അത് ക്ഷമയുള്ള ആളുകൾക്കേ കഴിയും. എല്ലാവരും തിന്മകൾ ചെയ്യുക, എല്ലാവരും തിന്മകൾ കാണാം, എല്ലാവരും തിന്മകൾ പ്രവർത്തിക്കുക, അല്ലെ? കച്ചവട ബിസിനസ് രംഗത്ത് ഹറാമിന്റെ സമ്പാദ്യമാണ് ലഹരി വസ്തുക്കൾ വിൽപ്പന, അറിയാം നമുക്ക്. എന്നിരുന്നാലും നമ്മുടെ കടകളിൽ ലഹരിയുടെ വസ്തുക്കളുണ്ട്. അതുണ്ടെങ്കിലേ ആളുകൾ വരൂ, അതുണ്ടെങ്കിലേ കച്ചവടം നടക്കൂ, അതുണ്ടെങ്കിലേ എന്റെ ബിസിനസ് മുന്നോട്ട് പോകൂ എന്ന് ചിന്തിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. ഹറാമാണ്, മാറ്റി നിർത്തണം. ഫജ്തനിബൂഹു, ഒഴിവാക്കണം. റിജ്സുമിൻ അമലി ശൈത്താനാണെങ്കിൽ വിശ്വാസികളെ കുല്ലു മുസ്കിരിൻ ഹറാം, അല്ലെ? എല്ലാ ലഹരിയുടെ ഹറാമാണെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ബിസിനസ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഉള്ള കടയിൽ എവിടെയും പാടില്ല. നമ്മുടെ ന്യായീകരണം എന്താ? അപ്പൊ അവിടെ ന്യായീകരണം എല്ലാരും ചെയ്യുന്നില്ല, ഓലൊക്കെ ചെയ്യുന്നില്ല. അല്ല, എല്ലാരും ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കണം. അതിന് ക്ഷമ വേണം. എല്ലാവരും തിന്മക്കുള്ള സാഹചര്യം സന്ദർഭവും എല്ലാം ഒരുങ്ങി വന്നാലും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ, കരുത്ത്, കഴിവ്, അത് ക്ഷമ കൊണ്ടാണ് കഴിയുക. അറിയില്ലേ നിങ്ങൾക്ക്? നമ്മൾ മനസ്സിലാക്കിയുള്ള ചരിത്രം, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ആ സുലൈഹ എന്ന് പറയുന്ന പെണ്ണ്, സൗന്ദര്യവതിയായ കുലീനയായ രാജ്ഞിയായ പെണ്ണ് അണിഞ്ഞൊരുങ്ങി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാടി വിളിച്ച് കഥകടച്ച് സൗകര്യം ചെയ്ത് യാ യൂസുഫ് ഹൈത്തലക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്താ? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ക്ഷമിച്ച് സഹിച്ചു നിന്നു. ആ ഒരു ക്ഷമയാണ് വന്നത്, അല്ലേ? മൂന്നാളുകൾ ഗുഹയിൽ അകപ്പെട്ട് അവർ യാത്ര പോയ സംഭവം നമ്മൾ യാത്രയിൽ ഗുഹയിൽ അകപ്പെട്ട് പാറക്കല്ല് വന്ന് ഗുഹാമുഖത്ത് അടഞ്ഞ് അവർ ഇസ്തിഹാസ നടത്തിയത്, അവര് തവസ്സുൽ നടത്തിയത്, സഹായം തേടിയത്, അവർ ഇടതേടിയത് എന്താ? ഔലിയാക്കന്മാരെയോ മൺമറഞ്ഞു പോയ അമ്പിയാക്കന്മാരെയോ സിദ്ദീഖീങ്ങളെയോ സ്വാലിഹീങ്ങളെയോ വിളിച്ച്, അവർ മരിച്ചുപോയവരെ വിളിച്ച് അക്കിജാവ് ബർക്കത്ത് കൊണ്ടല്ല അവര് തേടി. അവർ ചെയ്ത സൽക്കർമ്മം, അതിലൊരാൾ പറഞ്ഞൊരു സൽക്കർമ്മമുണ്ട്. എന്റെ എളാപ്പയുടെ മകൾ, അവൾ എന്റെ സാമ്പത്തികമായി അവൾക്ക് ബുദ്ധിമുട്ട് വന്ന് എന്റെ അടുത്ത് പൈസ ചോദിച്ചു വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എന്റെ തോന്നിവാസത്തിന് നീ വഴങ്ങണം, നിന്റെ ശരീരം നീ എനിക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ, ആ സമയം അവൾ ദാരിദ്ര്യം കൊണ്ട് അതിന് തയ്യാറായപ്പോ, ഞാൻ ആ തിന്മ ചെയ്യാൻ ഒരുങ്ങിയപ്പോ അവൾ പറഞ്ഞു, ഇത്തക്കില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ക്ഷമിച്ച് സഹിച്ചു നിന്ന്, അള്ളാഹുവേ നിന്നെ ഓർത്തുകൊണ്ടാണ് ഞാൻ ആ തിന്മയിൽ നിന്ന് മാറിയത്, പാറക്കല്ല് നീക്കിത്തരടേ അള്ളാഹു പാറക്കല്ല് നീക്കി കൊടുത്തു. വിശ്വാസികളെ, സഹിക്കാനും ക്ഷമിക്കാനും കഴിയണം, പിടിച്ചു നിൽക്കാൻ കഴിയണം, അല്ലേ? ഇന്ന് കലാലയങ്ങളിലും കോളേജുകളിലും കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന ദുഷ്പ്രവർത്തനങ്ങൾ അനാശാസ്യമാണ്, വളരെ മോശകരമാണ്, അല്ലേ? എന്തെല്ലാമാണ് കെട്ടിപ്പിടിക്കലും മുത്തലും ഉമ്മവക്കലും. ഇതൊക്കെ കോളേജ് ക്യാമ്പസിൽ പർദ്ദയിട്ട തട്ടമിട്ട പെൺകുട്ടികൾ വരെ അത് അഴിച്ചു മാറ്റി കീറി മാറ്റി ആളുകളുടെ മുമ്പിൽ ഒരു അപായ, ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന രൂപത്തിൽ കപടവേഷം ധരിച്ച് അത് മാറ്റിവെച്ച് വീട്ടിലേക്ക് വരുമ്പോ അതൊക്കെ അതൊക്കെ വെക്കുകയും അതൊക്കെ മറ്റു പോകുമ്പോ അതൊക്കെ മാറ്റി എല്ലാ തോന്നിയാസം ചെയ്യുകയും അത് അണിഞ്ഞുകൊണ്ടുവരെ പാർക്കുകളിലും ബീച്ചുകളിലും ഒക്കെ നടത്തുന്ന തോന്നിയവാസം. അവർക്കൊരു ചിന്തയുണ്ടോ? അള്ളാഹു അവരെ നോക്കുന്ന അള്ളാഹുവിന്റെ ഹുക്കുമിനെ ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ ഏറ്റവും വലിയ സമാധാനമാണ്. ഈ ലോകത്തെ ചെറിയ തിന്മകൾ, നൈമിഷികമായ സുഖങ്ങൾ, ചെറിയ ഒരു ലജ്ജത്ത് ആസ്വാദനം ലഭിക്കും. പക്ഷേ അതിന് വരാനിരിക്കുന്നത് മാരകമായ ഭീകരമായ രംഗമാണ്, ശിക്ഷയാണ്, കത്തിയാളുന്ന നരകത്തീയാണ്. ഒരു ചെറിയൊരു കളവ് പറയാതെ പിടിച്ച് ശമിച്ചു നിൽക്കണമെങ്കിൽ നാളെ പരലോകത്ത് നിന്റെ വായിലേക്ക് ഇരുമ്പിന്റെ കുളത്തുകൾ പ്രവേശിച്ച് അത് വായു മുതൽ പിരടി വരെ, മൂക്ക് മുതൽ പിരടി വരെ, കണ്ണ് മുതൽ പിരടി വരെ വലിച്ച് ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് കീറുന്ന രംഗം അള്ളാന്റെ ഹബീബ് വിശദീകരിച്ചത് ഓർത്താൽ ക്ഷമിച്ചു നിൽക്കാൻ, സഹിച്ചു നിൽക്കാൻ സാധിക്കും.
വ്യഭിചാരിണിയുടെ ശിക്ഷകൾ ആലോചിച്ചാൽ തീനാളങ്ങളുടെ തീച്ചൂളകളിൽ വെന്ത് കരിഞ്ഞമർന്നുകൊണ്ട് അവർ ശരീരത്തിൽ നിന്ന് മാംസഭാഗം ഒലിക്കുന്ന രംഗം കണ്ട്, എല്ലും മറ്റു പല്ലെടുക്കുന്നത് കണ്ട്, ആർത്ത് അട്ടഹസിക്കുന്നത് കണ്ട്, ആ രംഗം അള്ളാന്റെ റസൂൽ പറയുന്നത് ആലോചിച്ചാൽ ക്ഷമിച്ചു നിൽക്കാൻ കഴിയും തിന്മയുടെ മുന്നിൽ. രക്തത്തിന്റെ പുഴയിൽ നീന്തി കരകെട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ള കരയിലുള്ള ആളുകൾ എറിഞ്ഞുകൊണ്ട് രക്തപ്പുഴയിലേക്ക് വായിൽ കല്ലിട്ടുകൊണ്ട് ആ രക്തപ്പുഴയിൽ കുടിച്ച് ചാവുകയും വീണ്ടും ജീവൻ വരികയും രക്തപ്പുഴയിൽ പ്രയാസകരമായി കഴിയുകയും ചെയ്യുന്ന അവസ്ഥ ആലോചിച്ചാൽ പലിശ വാങ്ങാതെ പിടിച്ചു നിൽക്കാൻ കഴിയും ഒരു മുഅ്മിനിന്, ക്ഷമിച്ചു നിൽക്കാൻ കഴിയും. എല്ലാ രംഗത്തും അങ്ങനെയാണ്. അതുകൊണ്ട് വിശ്വാസികളെ ക്ഷമ, അള്ളാഹു വിരോധിച്ച, വിലക്കിയ, ഹറാമാക്കിയ കാര്യങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത്, അതിന് ക്ഷമ വേണം. അതാണ് അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ആരെങ്കിലും ഒരാൾ അല്ലാഹു തആലയുടെ മുമ്പിൽ നിൽക്കണം, റബ്ബിനെ ഓർത്തുകൊണ്ട്, റബ്ബിന്റെ മഖാമിനെ ഓർത്തുകൊണ്ട്. അമ്മാമൻ, ദുനിയാവിലെ മഖാമുകളല്ല, അതും ഒരു തെറ്റിദ്ധാരണയാണ്. ഇന്ന് ആളുകൾ പ്രചരിപ്പിക്കും പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഖാം ഖുർആനിലുണ്ട്, അതുകൊണ്ട് ഉള്ളാളത്തെ തങ്ങളുടെ മഖാമുണ്ട്, അല്ലെങ്കിൽ വേറെ തങ്ങളുടെ ഔലിയന്റെ മഖാമുണ്ട്. ഈ മഖാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ ജാരങ്ങളോ മക്ബറകളോ മറമാടപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളല്ല. അറബിൽ മഖാം എന്ന് പറഞ്ഞാൽ അത് നിന്ന സ്ഥലം, നിൽക്കുന്ന സ്ഥലം എന്ന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്താൻ വേണ്ടി നിന്നില്ലേ, ആ സ്ഥലമാണ്. അവിടെ നിന്ന് ദുആ ചെയ്തില്ലേ, ആ സ്ഥലമാണ് മഖാം. സാന്ദർഭികമായി ഉണർത്തി എന്ന് പറഞ്ഞാൽ, അല്ലാതെ ചില ആളുകൾ തെറ്റുകൾ, കുറ്റങ്ങൾ ചെയ്താൽ ഇന്ന ഉള്ളാളെ തങ്ങളുടെ മക്കാമിൽ പോയി സത്യം ചെയ്യാൻ നിനക്ക് ധൈര്യമുണ്ടോ ചോദിക്കും. ശിർക്കാണത് അവിടെ സത്യം ചെയ്യല്. മൻഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ മക്കാമുകളിൽ പോയി സത്യം ചെയ്യല് ശിർക്ക്. അപ്പോ ഏറ്റവും പേടി വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി, അല്ലാഹുവിന്റെ മഖാമിനെ ഭയന്നുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് ഭയന്നുകൊണ്ട്, വനഹൻ നഫ്സ അനിൽ ഹവാ, തന്റെ തോന്നുന്ന ഇച്ഛകളെയും ദേഹയിച്ഛകളെയും പിടിച്ചു വെച്ച് മാറി നിന്നാൽ സ്വർഗം അവരുടെ അഭയകേന്ദ്രമാണ്. സ്വർഗം ലഭിക്കണം വിശ്വാസികളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം എങ്ങനെയാ വിശദീകരിച്ചത്? അൽ ജന്നത്തു ഹുഫ്ഫത് ബിൽ മക്കാരിഹി, ചെയ്യാൻ പ്രയാസമുള്ള, വെറുപ്പുള്ള കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗം നിറച്ചിട്ടുള്ളത്. വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്, നരകത്തിൽ പോകുന്ന കാര്യങ്ങൾ ഇറക്കപ്പെട്ടത് ദേഹീച്ഛകൾ കൊണ്ട് ചെയ്യുന്നത്, തോന്നിയത് ചെയ്താൽ നരകത്തിലേക്ക് പോകും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ക്ഷമ വേണമെന്നാ ഞാൻ പറയുന്നത്. വിശ്വാസികളെ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം, ദുഷ്കർമ്മങ്ങളിൽ മാറി നിൽക്കാൻ ക്ഷമ വേണം. പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുകയാണ്. അസ്വബറു, ക്ഷമ വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാനുള്ള ക്ഷമ വേണം. അപ്രകാരം തന്നെ സ്വബർ വേണ്ടത് ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, അതിനുള്ള ക്ഷമയും വിശ്വാസികളായ ആളുകൾക്കുണ്ടായിരിക്കണം. മൂന്നാമത്തെ ക്ഷമ വസ്വബറു അലാ ബലാഇല്ലാഹ്. വസ്വബറു അലാ ബലാഇല്ലാഹ്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വേദനിപ്പിക്കുന്ന, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ കതറുകൾ ഉണ്ടാകും, അവിടെ പിടിച്ചു നിൽക്കാൻ ക്ഷമ വേണം. അത് വിശ്വാസിക്കുണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആൻ തീർച്ചയായും നമ്മളോട് പറഞ്ഞത് അത് ഉണ്ടാകും ജീവിതത്തിൽ. ചില ആളുകൾക്കൊരു തോന്നലുണ്ട്, ഞാൻ നിസ്കരിക്കുന്ന ആളാ, തൗഹീദുള്ള ആളാ, സൽക്കർമ്മങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത ആളാ, പിന്നെ എന്തിനാ അള്ളാഹ് എന്നെ പരീക്ഷിക്കണം? നിന്നെ പരീക്ഷിക്കും. അള്ളാന്റെ റസൂൽ എന്താ ഹദീസിൽ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക അമ്പിയാക്കൾക്കായിരിക്കും, പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുക സ്വാലിഹീങ്ങൾക്കായിരിക്കും. പിന്നെ അടുത്തടുത്ത ഈമാനുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ഈമാൻ ഉണ്ടോ അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ കൂടും, രോഗങ്ങൾ വരും, ദുരിതങ്ങൾ വരും, കടബാധ്യത വരും, മക്കൾ മരിക്കും, ഓപ്പറേഷൻ വരും, ദുരിതം കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. മകന് രോഗം വന്ന്, മകൾക്ക് വന്ന്, ഭാര്യക്ക് വന്ന്, ഭർത്താവിന് വന്ന്, ഒരാൾ ആക്സിഡന്റായി മരിച്ചു, മറ്റൊരാൾ ആക്സിഡന്റായി കിടക്കുക, മറ്റൊരാൾക്ക് വേറെ അസുഖം, അല്ലെങ്കിൽ വേറെ ആൾ മന്ദബുദ്ധിയായി ജനിച്ചു, അല്ലെങ്കിൽ വികലാംഗനെ ഒക്കെ ഒരു കുടുംബത്തിലുണ്ടാവും. വിശ്വാസികൾക്ക് വരും, പ്രയാസപ്പെടണ്ട, ക്ഷമിക്കണം. കാരണം ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചത് പ്രവാചകന്മാരാ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച പരീക്ഷണം നമുക്കറിയുന്നവരാ വിശ്വാസികളെ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും സമ്പത്തിന്റെ കുറവ് കൊണ്ടും കച്ചവടവും ബിസിനസ്സും ഡള്ളായിക്കൊണ്ടും വല്ലംഫുസി രോഗം കൊണ്ടും
വസമറാത്തി, പഴവർഗ്ഗങ്ങൾ ഫലവർഗ്ഗ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടും ഒക്കെ പരീക്ഷിക്കും. അല്ലാഹ് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. കാരണം ക്ഷമിച്ചാൽ എന്താ? ഇന്ന തീർച്ചയായും അലമു ജസാ, ഏറ്റവും വലിയ മഹത്തായ പ്രതിഫലം അത് വലിയ പരീക്ഷണങ്ങൾ കൂടെ ക്ഷമിക്കുന്ന ആളുകൾക്കാണ്. നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ആളുകൾക്കാണ് വബശ്ശിരി സ്വാബിരീൻ, സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവർ, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവർ. എല്ലാം അല്ലാഹ് തന്നത് ആരോഗ്യം സമ്പത്തും കുടുംബവും അല്ല, അത് അല്ലാഹ് തിരിച്ചെടുക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. റഹ്മ, കാരുണ്യമുണ്ട്. ഉലൈക മുഹ്തദുൻ, അവർ നേർമാർഗം പ്രാപിക്കും. ക്ഷമിച്ച് നിൽക്കണം വിശ്വാസികൾ, സഹിച്ചു നിൽക്കണം. ഇന്ന് ആളുകൾ രോഗത്തിന്റെ വേദന സഹിക്കവയ്യാതെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുന്ന മുസ്ലിം മത്തിലെ ആളുകൾ. ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒരു രക്തം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ബ്ലഡ് ക്യാൻസറാ, അപ്പോഴാ അറിയണ്. അല്ലെ വൃക്ക പോയിട്ടുണ്ട്, ട്യൂമറിന്റെ അസുഖണ്ട്, അപ്പോഴാ അറിയണ്. എന്ത് ചെയ്യാ? സഹിക്കവയ്യ. ചില ആളുകളെ മുസ്ലിം നാമധാരികൾ ആത്മഹത്യ ചെയ്യുക, അല്ലേ, മരിക്കുക. എന്ത് ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? ആര് പറഞ്ഞു? ക്ഷമിക്കാനാ പറഞ്ഞു. നിങ്ങളെ പരീക്ഷകൾ ക്ഷമിക്കണം, സഹിക്കണം. അവർക്കാണ് സ്വർഗലോകം. അങ്ങനെ ക്ഷമയുടെ എല്ലാ മേഖലകളും വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം, അത് പകർത്തണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങണം. എങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുകയുള്ളൂ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോകാതെ നിങ്ങൾ വിചാരിക്കണ്ട. വലമ്മ യഅലമില്ലാഹി അല്ലദീന ജാഹദു മിൻകും വയഅലമ സ്വാബിരീൻ, നിങ്ങളിൽ നിന്ന് ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹിന്റെ മാർഗത്തിൽ പ്രയാസവും പ്രശ്നങ്ങളുമൊക്കെ നേരിട്ട് അഭിമുഖീകരിക്കുകയും ചെയ്ത ആളുകളുണ്ട്. അവരെയും ക്ഷമാലുക്കളെയും തിരിച്ചറിയാതെ അള്ളാഹ് നിങ്ങളെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് തരുക, കടത്തിവിടില്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ചോദ്യം മനസ്സിൽ നിന്ന് അടിയുക. അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനും ക്ഷമ വേണം. അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഉസീകും വസ്സാനി ബിതഖ്വല്ലാഹ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തിയും റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടിയ ഒരു ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ക്ഷമ. ആ ക്ഷമ നമ്മൾ ഉൾക്കൊള്ളുകയാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസാബിറു, ക്ഷമിക്കുക. ആ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, റാബിത്തു, ആ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്താൽ വത്തഖുല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹു, വിജയത്തിന്റെ മാർഗം അതാണ്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നാണ് ക്ഷമ. മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ്. പിടിച്ചു നിൽക്കുക. വികാര വിചാരങ്ങൾ വരുമ്പം, ദേഷ്യം വരുമ്പം ആ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ്, കരുത്തുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ ക്ഷമയുള്ളവനാണ്. ലൈസ സദീദു ബിസുർഅ, അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരിക്കലും യുദ്ധത്തിൽ മറ്റൊരുത്തനെ ഗുസ്തിയിൽ മലർത്തി അടിക്കുന്നവനല്ല ശക്തൻ. വലാകിന്ന ശദീദ് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ, പിടിച്ചു നിർത്താൻ സാധിക്കണം. ഉപ്പയോടുള്ള പെരുമാറ്റത്തിൽ, ഉമ്മയോടുള്ള പെരുമാറ്റത്തിൽ, ഉപ്പയും ഉമ്മയും വാർദ്ധക്യം പ്രാപിച്ചവർ പറഞ്ഞത് പറയും, ചോദിച്ചത് ചോദിക്കും, ആവർത്തിച്ച് പറയും. ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള കഴിവ് വേണം. വലാ തൻഹർഹുമ, നീ അവരോട് വിരട്ടരുത്, അവരോട് ദേഷ്യം പിടിക്കരുത്. വഹ്ഫദ് ലഹുമാ ജനഹദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. ക്ഷമ വേണം. ഭാര്യയും ഭർത്താവുമുള്ള ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലലില്ലാതെ അലട്ടില്ലാതെ പൊട്ടലും ചീറ്റലും ഇല്ലാതെ സമാധാന ജീവിതം കിട്ടണമെങ്കിൽ അവിടെ ക്ഷമ വേണം. ഭാര്യയ്ക്ക് ക്ഷമ വേണം, ഭർത്താവിന് ക്ഷമ വേണം, ജേഷ്ഠനനിയന്മാര്, മാതാപിതാക്കള്, മക്കള്, അയൽവാസികൾ, എല്ലാ ജീവിതത്തിന്റെ രംഗത്തും അങ്ങനെ ക്ഷമ പാലിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള, അങ്ങനെ വിജയിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. ക്ഷമയും ശുക്റുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിലേക്ക് എപ്പോഴും അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം, അല ദിക്രിക, നിന്നെ ഓർക്കാൻ, വശുക്രിക, അല്ലാഹുവേ നിനക്ക് നന്ദി പറയാൻ നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക്, വഹുസ്നി ഇബാദതിക, അല്ലാഹു നന്നായി ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് നിന്നെ ആരാധന അർപ്പിക്കാൻ അല്ലാഹു നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് ദുആ ചെയ്യുക.